ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യാമ്മ ശിവൻകുട്ടിയുടെ മാപ്പ് പറയുന്നത് കേട്ട് ശിവൻകുട്ടി സത്യാമ്മയോട് പറയുന്നു, എന്തിനാ സത്യാമ്മേ ഞങ്ങളോട് മാപ്പ് പറയുന്നത്? അതൊരു കൊച്ചുകുട്ടിയല്ലേ, ആ കുട്ടിക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായി, അതിന്റെ പേരിൽ അങ്ങനെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. എന്തായാലും അതൊന്നും ഞങ്ങൾ കാര്യാക്കുന്നില്ല എന്ന് പറയുമ്പോ സത്യാമ്മ പറഞ്ഞു, എന്നാലും ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ലേ ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായത്. കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും മനസ്സാ വാചാ കർമ്മണ ഈ കുട്ടി ചെയ്യാത്ത കാര്യങ്ങളല്ലേ ഇവൾ പറഞ്ഞത്, അതിന്റെ പേരിലാണ് ഞാൻ മാപ്പ് പോയി ചോദിക്കുന്നത് എന്ന് പറയുമ്പോ മറ്റുള്ളവരെല്ലാവരും പപ്പിമോൾ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടും അത് വിജയിക്കാതെ പോയതിന്റെ നിരാശയിലിരിക്കുമ്പോ സത്യാമ്മ വീണ്ടും വിവാഹാലോചനയുമായി മുന്നോട്ട് നീങ്ങുന്നു. വിഷ്ണു ഒരു മറുപടി പോലും പറയാതെ, ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കാതെ വളരെ ഗൗരവത്തോടെ ഇരിക്കുന്നത് കണ്ട് ഉടനെ ശിവൻകുട്ടി സത്യാമ്മയോട് പറഞ്ഞു, അതൊന്നും സാരമില്ല സത്യാമ്മേ, ഒരു കുടുംബമാകാൻ പോകുന്നവർ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാറില്ല എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് കമലൻ വന്നെത്തിയത്. ബൈക്ക് വെച്ചിട്ട് കമലൻ വേഗം അകത്തേക്ക് ഓടിക്കയറി വന്നു. ആശാനെ എന്ന് ഉറക്കെ വാതിക്കലെത്തി വിളിക്കുമ്പോഴേക്കും എല്ലാവരും ഞെട്ടലോടെ വാതിക്കലേക്ക് നോക്കി. അവിടെ ഇരിക്കുന്നവരെ ആരെയും ശ്രദ്ധിക്കാതെ കമലൻ വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു, ആശാലെ ഏട്ടത്തമ്മയെ കണ്ട ആശാനെ. അത് കേട്ടതും സത്യാമ്മയും രാഘവൻ നായരുമെല്ലാം ഞെട്ടലോടെ നോക്കി. അപ്പോഴാണ് ശ്യാമ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത്. എല്ലാവരും ആകെ ആശ്ചര്യത്തോടെ നോക്കുമ്പോ കനകലതയും ശിവൻകുട്ടിയും എന്തായി പറഞ്ഞെന്നുള്ള രീതിയിൽ നോക്കി. അപ്പോഴേക്കും വിഷ്ണു വേഗം ചാടി എഴുന്നേറ്റ് കമലിനോട് ചോദിച്ചു, എടാ എന്ന് വിളിച്ചതും, അതേ ആശാനെ ഞാൻ കണ്ടു, ഏടത്തിയമ്മയെ കണ്ടു ആശാനെ. ഉടനെ വിഷ്ണു വളരെ പ്രതീക്ഷയോട് ചോദിച്ചു, എവിടെ വെച്ചാടാ എന്ന് അന്വേഷിച്ചിങ്ങനെ നിൽക്കുമ്പോ അവിടെ ഇരുന്ന മധുശ്രീ പെട്ടെന്ന് ആലോചിച്ചു. അപ്പോ സുസ്മിത പറഞ്ഞത് ശരി തന്നെയാണ്, ഈ പൊട്ടന്മാരാരും ഇവിടുത്തെ കളക്ടറായ ശാലിനിയെ ഇതുവരെ കണ്ടിട്ടില്ല. കഷ്ടം എന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കുമ്പോൾ വിഷ്ണു എവിടെ വെച്ചാണ് നീ കണ്ടത് എന്ന് ചോദിച്ചു. അതച്ഛനെ, ഞാൻ റോഡിൽ വെച്ചാ കണ്ടത്. ഏടത്തിയമ്മയും കൂടെ ഒരു പെൺകുട്ടിയും വേറെ കുറെ ആളുകളും ഒപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് നീ അവരെങ്ങോട്ട് പോയി എന്ന് ചോദിച്ചപ്പോ അവനും പറഞ്ഞു, അത് അറിയത്തില്ല ആശാനെ, കുറെ ദൂരം ഞാൻ ആ കാറിന് പിന്നാലെ ഓടിയതാണ് ആശാനെ, പക്ഷേ വണ്ടി വേഗം സ്പീഡിലങ്ങ് പോയി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ശ്യാമയ്ക്കായ ടെൻഷനായി. അപ്പോ കുഞ്ഞേച്ചി ഇങ്ങോട്ടേക്കല്ലേ വന്നത്, കുഞ്ഞേച്ചി പിന്നെ എവിടെ പോയി, ഇങ്ങോട്ടാ വന്നെങ്കിൽ ഇതിനോടൊക്കെ ഇവിടെ എത്തേണ്ടതായിരുന്നല്ലോ എന്ന് പറഞ്ഞ് മനസ്സിലിങ്ങനെ ആലോചിക്കുമ്പോ വിഷ്ണുവും കമലിനോട് പറഞ്ഞു, കമല വാടാ പോകാം എന്ന് പറഞ്ഞ് വിഷ്ണു കമലിനെയും വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് സത്യഭാമ ആ കാഴ്ച കണ്ട് വിഷ്ണു എന്ന് ദേഷ്യത്തോടെ വിളിക്കുന്നു. വിഷ്ണുവിന്റെ ആ വിളി കേട്ടതും സത്യഭാമയെ നേരെ വിഷ്ണു ദേഷ്യപ്പെട്ട് നോക്കുമ്പോ സത്യഭാമ അരികിലേക്ക് എത്തി വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണു നീ എങ്ങോട്ടാ പോകുന്നത്, നീ ഇവിടെ വേണം. അത് കേട്ട വിഷ്ണു അമ്മേ ഞാൻ എന്ന് പറഞ്ഞ് സത്യാമ്മയുടെ എതിർക്കാൻ തുടങ്ങുമ്പോ രാഘവൻ നായര് സത്യാമ്മയുടെ ഈ പിടിവാശി കണ്ട് മറുപടിയൊന്നും പറയാനാകാതെ ആകെ വിഷമിച്ച് നിൽക്കുമ്പോഴേക്കും സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു, നീ ഇന്ന് ഇവിടെ വേണം. ഇവിടെ ഞാൻ നിനക്ക് ഒരു സമയം തന്നിരുന്നു, അമാവാസി വരെ. ആ സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഡിവോഴ്സ് എന്നായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞിരുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനവുമില്ല ഈ സത്യഭാമയ്ക്ക്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ നീയും നിന്റെ കൂട്ടുകാരനും നടത്തുന്ന പാവക്കൂത്ത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നവരല്ല ഇവരാരും തന്നെ. ഈ സത്യഭാമ ക്ഷണിച്ചു വരുത്തിയവരാണ് ഇവരെല്ലാം. അതുകൊണ്ട് ഇവരെ ആരെയും ഇവിടുന്ന് അപമാനിച്ചയക്കാൻ ഈ സത്യഭാമയ്ക്ക് കഴിയില്ല. ഈ സത്യഭാമയ്ക്ക് വാക്ക് ഒന്നേ ഉള്ളൂ എന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു. ഇനി അതല്ല, നീ നിന്റെ കൂട്ടുകാരനെയും കൂട്ടി ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് എങ്കിൽ ഇപ്പോ ഇവിടെയുള്ള ഈ ആളുകളെക്കാൾ ഇരട്ടി ആളുകൾ നീ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ സത്യഭാമയ്ക്ക് ജീവൻ ഉണ്ടാവില്ല എന്ന് മാത്രം എന്ന് സത്യാമ്മ പറയുമ്പോ വിഷ്ണു അമ്മേ എന്ന് പറഞ്ഞ് കലിയോടെ തന്റെ തലയിൽ ദേഷ്യത്തോടെ വിഷ്ണു മുടികളെല്ലാം പിടിച്ചു വലിക്കുമ്പോ അത് കണ്ടുനിന്ന കമൽ സത്യാമ്മയെ എന്ന് വിളിച്ച് സത്യഭാമയുടെ തീരുമാനത്തെ പിന്തിരിപ്പിക്കാനായി കമലിനെ ശ്രമിക്കുമ്പോ സത്യഭാമ ദേഷ്യത്തോടെ ഇറങ്ങടാ ഇവിടെ നിന്ന് എന്ന് കമലിനോട് പറഞ്ഞു. അത് കേട്ടതും കമലൻ ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുമ്പോ മധുശ്രീ വളരെ സന്തോഷത്തോടെ മനസ്സിൽ പറഞ്ഞു, അത് കൊള്ളാം, അത് കലക്കി. അങ്ങനെ മധുശ്രീ ഈ കാഴ്ചയെല്ലാം കണ്ടങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴേക്കും കമലിനോട് സത്യഭാമ പറഞ്ഞു, എടാ നിന്നോടാ പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ, ഇറങ്ങടാ ഇവിടുന്ന് എന്ന് പറഞ്ഞ് കമലിനെ അവിടുന്ന് ഭയപ്പെടുത്തി വിടുന്നു. കമലിനാകെ നിരാശയോടെ വേഗം ബൈക്കിനരികിലേക്ക് വന്ന് താൻ വന്നിട്ടും അതിന് യാതൊരു പ്രയോജനവും ഉണ്ടായില്ലല്ലോ എന്ന വേദനയിൽ ആശാനോട് സത്യം പറഞ്ഞിട്ടും ആശാനെയും കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയാത്തതിന്റെ നിരാശയിൽ കമലൻ വേഗം ബൈക്കും എടുത്ത് അവിടെ നിന്ന് കണ്ണീരോടെ ഇറങ്ങി. വിഷ്ണു ഒന്നും ചെയ്യാനാകാതെ ആകെ തളർന്നങ്ങനെ നിൽക്കുമ്പോ സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണു നിന്നോടാ പറഞ്ഞത് അവിടെ ഇരിക്കാൻ. അങ്ങനെ നിർബന്ധപൂർവ്വം വിഷ്ണുവിനോട് അവിടെ ഇരിക്കാനായി സത്യഭാമ അറിയിച്ചു. അതിനുശേഷം സത്യഭാമ എല്ലാവരോടും പറഞ്ഞു, അതെ
ഇവിടെ ഈ സത്യഭാമയുടെ തീരുമാനത്തിനപ്പുറത്തേക്ക് ആരും ഒന്നും ചെയ്യാമെന്ന് കരുതണ്ട. ഇന്ന് ഇവിടെ ഒരു വിവാഹ നിശ്ചയം നടത്താൻ പോവുകയാണ്. നീ ഇപ്പോ ഇവിടുന്ന് ഇറങ്ങി പുറപ്പെടാൻ ഒരുങ്ങിയപ്പോ പലപ്പോഴും പലയിടത്തും അവളെ കണ്ടെന്ന് പലരും പറഞ്ഞു. ഇപ്പോ ദാ ഒരു കൊച്ചുകുട്ടിയെ ആദ്യം മുന്നിൽ നിർത്തി ഈ വിവാഹം മുടക്കാൻ ശ്രമിച്ചു. അവസാനം ദാ കൂട്ടുകാരനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്തൊക്കെ പറ്റിയെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും ഇനിയൊരു നീക്കം ഇതുപോലെ ഏതെങ്കിലും വിധേന ഈ വിവാഹം മുടക്കാനായി ശ്രമിച്ചാൽ അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഈ സത്യഭാമ അതിന് അനുവദിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൂ. ഇന്ന് ഇവിടെ ഈ സത്യഭാമയുടെ തീരുമാനമേ നടപ്പിലാകൂ എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ ഗൗരവത്തോടെ സംസാരിച്ച് ആ ചെയറിലേക്ക് ഇരിക്കുമ്പോ ശിവൻകുട്ടി ചോദിച്ചു, അല്ല സത്യാമ്മേ, ഇത് എങ്ങനെയാ വിഷ്ണുവിന്റെ മനസ്സിൽ ഇപ്പോഴും ആ പെൺകുട്ടി ഇതുപോലെ തന്നെ ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ച് ശിവൻകുട്ടി സത്യഭാമയോട് പറഞ്ഞു, അല്ല സാധാരണ ഇതുപോലെയൊക്കെയുള്ള ആലോചന വരുമ്പോ എങ്ങനെയാ ആ പെൺകുട്ടിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിഷ്ണുവിനോടൊപ്പം എന്റെ മോള് ജീവിക്കുക എന്ന് ചോദിച്ചപ്പോ സത്യഭാമ വേഗം ശിവൻകുട്ടിയുടെ ഈ സംസാരം കേട്ട വിജയകുമാറിനെ വിളിച്ചു. വിജയകുമാരെ, എല്ലാം പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ വിജയകുമാർ പറഞ്ഞിട്ടുള്ളതാണ് സത്യാമ്മേ. അപ്പോഴേക്കും ശിവൻകുട്ടി പറഞ്ഞു, അതെ സത്യാമ്മേ, സാധാരണ ഒരു രണ്ടാം കെട്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അതൃപ്തിയൊന്നും ഞങ്ങൾക്കില്ല. ഇത് രണ്ടാം കെട്ടാണെന്നുള്ള ഒരാശങ്കയുമില്ല. സാധാരണ അങ്ങനെ രണ്ടാം കെട്ടിന് തയ്യാറാകുമ്പോ പയ്യൻ ഒന്നെങ്കിൽ വിവാഹ ബന്ധം വേർപെടുത്തിയിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ആ പെൺകുട്ടി മരിച്ചു പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ രാഘവൻ നായർ വിളിച്ചു, ശിവൻകുട്ടി വേണ്ടാത്തത് പറയരുത് എന്ന് പറഞ്ഞപ്പോ ശിവൻകുട്ടി പറഞ്ഞു, അല്ല രാഘവൻ സാറേ, ഞാൻ ഇപ്പോ ഈ കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്, ഒരു നാട്ടിലുള്ള സംഭവമാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോ ഡിവോഴ്സും നടന്നിട്ടില്ല, ആ പെൺകുട്ടി ജീവിച്ചു ഇരിക്കുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാ ഈ ബന്ധം നമ്മള് ഭാവിയിലേക്ക് മുന്നോട്ട് ഇത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് കേട്ട സത്യഭാമ ചോദിച്ചു, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഈ ബന്ധത്തിനായി ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോ ഉടനെ കനകലത പറഞ്ഞു, സത്യാമ്മേ, സത്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ഞങ്ങൾ സത്യാമ്മയോടല്ലേ ചോദിക്കേണ്ടത്? ഇങ്ങനെയൊരു പ്രശ്നം നിലനിൽക്കേ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണോ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു ബന്ധത്തിനായി ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ഞങ്ങളല്ലേ ചോദിക്കേണ്ടത് എന്ന് കനകലത സത്യാമ്മയോട് അന്വേഷിച്ചു. അത് കേട്ടതും മറ്റാരും ഒന്നും പറയാനങ്ങ് നിൽക്കുമ്പോ ശിവൻകുട്ടി ഉടനെ വിജയകുമാറിനെ വിളിച്ചു. വിജയകുമാറെ എന്ന് വിളിച്ചതും വിജയകുമാർ വേഗം സത്യാമ്മയോട് ചോദിച്ചു, സത്യാമ്മേ, അല്ല ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വേണ്ടേ? പെൺകുട്ടിയുടെ കാര്യം, ഡിവോഴ്സിന്റെ കാര്യം, അതിന് എന്തെങ്കിലും ഒരു തീരുമാനം വേണ്ടേ എന്ന് ചോദിച്ചപ്പോ വിജയകുമാറിനെ നോക്കി സത്യാമ്മ പറഞ്ഞു, അതെ വിജയകുമാറെ, നമുക്ക് ഈ ആലോചന ഇവിടെ അവസാനിപ്പിക്കാം, ഇവരോട് പോയിക്കോളാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞതും ശിവൻകുട്ടിയും കനകലതയും ചാടി എഴുന്നേറ്റു. മോളെ മധുശ്രീ, എഴുന്നേറ്റ് വാ, നമുക്ക് പോകാം. അത് കേട്ട് മധുശ്രീ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോ കനകലത പറഞ്ഞു, ഇനി മോളെ, ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ നീ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കനകലതയും ശിവൻകുട്ടിയും മധുശ്രീയെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോ ശ്യാമ ആശ്വാസമായി എന്ന് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോഴാണ് ഉടനെ ശിവൻകുട്ടിയെയും കനകലതയും നോക്കി മധുശ്രീ പറഞ്ഞത്, നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ, പക്ഷെ ഞാൻ വരില്ല. അത് കേട്ടതും ശ്യാമ ആലോചിച്ചു, ഇവൾക്ക് എന്താ തലയ്ക്ക് എന്തെങ്കിലും വട്ടുണ്ടോ? അപ്പോഴേക്കും മധുശ്രീ വേഗം ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുനാൾ മുതൽ എന്റെ റോൾ മോഡലായിരുന്നു സത്യാമ്മ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരാലോചന വരുന്നുവെന്ന് പറഞ്ഞപ്പോ അതിന് ഞാൻ തയ്യാറായതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോ ഇവിടെ വന്നതിന് ശേഷം വിഷ്ണുവിന്റെ ആദ്യ ഭാര്യയോട് കാണിക്കുന്ന ഈ സ്നേഹം, അതാണ് ഇപ്പോ എന്റെ മനസ്സിനെ ആകെ ആടി ഉലച്ചത്. അത് കേട്ട ഉടനെ ശിവൻകുട്ടിയും കനകലതയും നോക്കുന്നത് കണ്ട് മധുശ്രീ പറഞ്ഞു, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല. ഇന്ന് വിഷ്ണു ഇപ്പോഴും വിഷ്ണുവിന്റെ ആദ്യ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി എന്തൊരു ഭാഗ്യവതിയാണ്. ഞാൻ സത്യത്തിൽ വിഷ്ണുവിന്റെ ആ സ്നേഹത്തെയാണ് തിരിച്ചറിഞ്ഞത്. ഞാനൊരു പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്നാണ്, ആ പെണ്ണിന്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ വിഷ്ണുവിനെ നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം സ്നേഹം ഇപ്പോഴും വിഷ്ണു മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ പോലെയുള്ള ഭാഗ്യം എനിക്കും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ ഭാര്യയായി ഇവിടെ ജീവിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. പിന്നെ വിഷ്ണു എന്നെ സ്നേഹിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം, അത് വിവാഹശേഷം സ്നേഹത്തിലൂടെ മറ്റൊരാളുടെ മനസ്സ് കീഴടക്കാൻ കഴിയുമെന്ന് അച്ഛനമ്മമാർക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ഞാനും വിഷ്ണുവിന്റെ മനസ്സ് മാറ്റിയെടുക്കും. സ്നേഹം കൊണ്ട് ഒരാളുടെയും മനസ്സിനെ മാറ്റാൻ കഴിയില്ല എന്നല്ലല്ലോ, എങ്ങനെയും ഒരാളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ സ്നേഹത്തിന് സാധിക്കുമെന്നല്ലേ എന്ന് പറഞ്ഞ് മധുശ്രീ താൻ എന്തായാലും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന തീരുമാനം തന്റെ അച്ഛനമ്മമാരെ അറിയിച്ചു.
അത് കേട്ട് ഒന്നും പറയാനാകാതെ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ അവിടെ നിന്ന് സത്യഭാമയുടെ അരികിലേക്ക് എത്തി മധുശ്രീ സത്യഭാമയുടെ കാൽച്ചുവട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞു, സത്യാമ്മേ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്റെ ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ വിഷ്ണുവിന്റെ സ്നേഹത്തിനായി ഞാൻ ഇവിടെ ഹോമിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് സത്യാമ്മയുടെ അരികിൽ ചെന്നിരിക്കുമ്പോ സത്യഭാമ വേഗം തന്റെ അരികിൽ വന്നിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മരുമകളാകാനായി എത്തിയ മധുശ്രീയെ ചേർത്ത് പിടിച്ച് മകളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല, നീ പറഞ്ഞത് തന്നെയാണ് ശരി മോളെ. ഞാൻ നിന്നെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നീ തന്നെയാണ് എന്റെ മരുമകൾ. ഇത്രയും നാളും എന്റെ പൊന്ന് എവിടെയായിരുന്നു? ഈ സത്യാമ്മയുടെ കണ്ണിൽ നിന്ന് എവിടെയായിരുന്നു മറഞ്ഞു എന്നത് എന്ന് ചോദിച്ച് മധുശ്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സത്യാമ്മ സംസാരിച്ചു. ദാ ഈ നിൽക്കുന്നതാണ് എന്റെ മരുമകൾ, ഈ സത്യഭാമയുടെ മകന്റെ ഭാര്യ. ഇനിയുള്ള കാലം ഇവളാണ് ഈ വീട്ടിലെ ഉണ്ടാവുന്നത്. ഇവളെ ഇവിടുന്ന് ഇപ്പൊ പറഞ്ഞയക്കാൻ, എന്റെ പൊന്നിനെ പറഞ്ഞയക്കാൻ എനിക്ക് ഒട്ടും മനസ്സ് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ കനകലത പറഞ്ഞു, അതിനെന്താ, നാളെ ഇവിടേക്ക് തന്നെയല്ലേ സത്യാമ്മ അവൾ വരുന്നത്? അപ്പോഴേക്കും ഇനി നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ട് ഒന്നായാലോ? എന്താണ് ഇനിയുള്ള തീരുമാനം എന്ന് സത്യാമ്മയോട് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, എന്തായാലും വിഷ്ണുവിന്റെ കഴുത്തിൽ ഒരു താലി കൊടുത്ത് ഇപ്പോൾ തന്നെ ഇവളെ ഈ വീട്ടിൽ തന്നെ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നാട്ടു നടപ്പെന്ന് ഒന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നാടടക്കി എല്ലാവർക്കും ഒരു സദ്യ കൂടി കൊടുക്കണം. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നാളെ എങ്കിൽ നാളെ നമുക്ക് അങ്ങ് ഉറപ്പ് ചെയ്ത് നടത്തിയാലോ എന്ന് ചോദിച്ചപ്പോ ശിവൻകുട്ടി പറഞ്ഞു, അതിനെന്താ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. എന്തായാലും ഞങ്ങളിപ്പോ ഇറങ്ങട്ടെ, ഇന്ന് തന്നെ കുറച്ച് ബന്ധുക്കളെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശിവൻകുട്ടി ചോദിച്ചു, അല്ല, കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് കൊടുക്കൽ വാങ്ങലിന്റെ കാര്യം എന്ന് ചോദിച്ചപ്പോ ശിവൻകുട്ടി പറഞ്ഞു, അതിന് ഞങ്ങൾക്കുള്ളതെല്ലാം ഒരേ ഒരു മകളായ ഞങ്ങളുടെ മധുമോൾക്ക് തന്നെ ഉള്ളതാണ്. അത് കേട്ടപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, ഞങ്ങൾക്കിനി ഒന്നും വേണ്ട, സ്ത്രീ തന്നെയല്ലേ ധനം. അതുകൊണ്ട് ഇതാ ഈ നിൽക്കുന്ന ഞങ്ങളുടെ പൊന്നു തന്നെയാണ് ഞങ്ങൾക്കുള്ളത് വേണ്ടത് എന്ന്, ഈ പൊന്നിനെ മാത്രം ഇങ്ങ് തന്നാ മതി എന്ന് പറഞ്ഞപ്പോ ശിവൻകുട്ടി ഇതെല്ലാം പറയുന്നത് കേട്ട് ശിവകുമാർ പറഞ്ഞു, അല്ല, ഇനിയിപ്പോ ഇതിൽ കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വേണ്ട. കാരണം ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞനുസരിച്ച് ഇവർക്ക് ആകെയുള്ള മകൾക്ക് ഇവരെന്ത് കൊടുക്കുന്നോ അതവർ കൊടുത്തോട്ടെ. അതില് സത്യാമ്മ കൈ കടത്താനോ അത് ശ്രദ്ധിക്കാനോ പോകണ്ട, അതോടെ തീരുവല്ല പ്രശ്നം എന്ന് പറഞ്ഞു. അല്ല, രാഘവൻ സാറിന് ഒന്നും അഭിപ്രായമില്ല എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ പറഞ്ഞു, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ ഞാനെന്ത് പറയാനാണ് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, നാളെ എന്തായാലും മോതിരമിടിയിൽ കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹത്തിന്റെ മുഹൂർത്തവും കുറിക്കാം. അത് കേട്ടതും ശ്യാമയും രോഹിത്തും ആകഞ്ഞെത്തി. സത്യാമ്മ ഇത്ര വേഗം തീരുമാനങ്ങൾ എടുക്കുന്നത് കേട്ട് ഒന്നും മിണ്ടാനാകാതെ വിഷ്ണു രാഘവൻ നായർ വരുന്നു. അപ്പോഴേക്കും ശിവൻകുട്ടി പറഞ്ഞു, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ സത്യാമ്മ പറഞ്ഞു, അതെ, നാടടക്കെ എല്ലാവരെയും വിളിച്ചു വേണം ഇവിടെ വിവാഹം നടത്താൻ. വലിയൊരു സദ്യ തന്നെ കൊടുക്കണം. എല്ലാവരും അറിയട്ടെ ഈ സത്യഭാമയും വളരെയേറെ സന്തോഷവതിയാണ് എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യഭാമ അങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ആ സത്യഭാമയെ എതിർക്കാനാകാതെ ബാക്കി എല്ലാവരും ആകെ നിശബ്ദരായി നിന്നു. അങ്ങനെ ഒട്ടും ഇഷ്ടപ്പെടാതെ അങ്ങനെ ഇരിക്കുന്ന വിഷ്ണുവിന്റെ മുഖത്തേക്ക് കനകലയും ശിവൻകുട്ടിയും പോകാനായി ഇറങ്ങുമ്പോ വിഷ്ണു അവരെ കണ്ട മട്ടുപോലും നടിക്കാതെ അങ്ങനെ ഇരുന്നു. അതിനുശേഷം സത്യാമ്മയും വളരെ സ്നേഹത്തോടെ അവിടുന്ന് മധുശ്രീ യാത്ര അയക്കാനായി വാതിക്കലേക്ക് പോകുമ്പോ പപ്പി നേരെ രാഘവൻ നായർ മുന്നിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അച്ഛനെങ്കിലും ഒന്ന് എന്നെ വിശ്വസിക്കണം, ഞാൻ പറഞ്ഞ സത്യ. ആ പെണ്ണ് ബാഡ് ഗേളാ. ആ പെണ്ണ് കള്ളു കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതുമൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അച്ഛച്ച എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാഘവൻ നായർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടിമോളെ, നീ പറഞ്ഞ സത്യമല്ലെന്നല്ല, നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നുമല്ല, നിന്നെയും വിശ്വസിക്കുന്നുണ്ട്, നിന്റെ കണ്ണിനെയും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നിന്റെ ഈ സത്യം തിരിച്ചറിയാതെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നത് നിന്റെ സത്യാമ്മയ്ക്ക് മാത്രമാണ്. അതാണ് ഇവിടെ ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മധുശ്രീയെ വീണ്ടും യാത്ര അയക്കാൻ ഇറങ്ങിയ സത്യാമ്മ മധുശ്രീയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൂടി കൊടുത്തു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ഭാമ അറിയുന്നില്ല, അവൾ പോകാനായി ഒരുങ്ങിയ ആ വിഷത്തെ വീണ്ടും അവൾ അടക്കി പിടിക്കുകയാണെന്ന്. കാളസർപ്പത്തെയാണ് അവൾ കഴുത്തിലെടുത്തിടാൻ പോകുന്നതെന്ന് അവൾ മനസ്സിലാക്കുന്നില്ല. സുസ്മിതയെക്കാളും ഘോര വിഷമാണ് ഇപ്പോൾ ഇവിടെ വന്ന് പോയത് എന്ന് രാഘവൻ നായർ മധുശ്രീയെ കുറിച്ച് പറയുമ്പോ എന്ത് ചെയ്യുന്നറിയാതെ എല്ലാവരും തകർന്നു നിൽക്കുമ്പോ ഒന്നും പറയാനില്ലാതെ വിഷ്ണു എല്ലാം തകർന്ന മനുഷ്യനെ പോലെ തന്റെ റൂമിലേക്ക് കയറി പോകുന്നത് കണ്ട് രാഘവൻ നായരും രോഹിത്തും ഒക്കെ ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കുമെന്നോർത്ത് തല പുകഞ്ഞ് ആലോചിച്ചു നിൽക്കുന്നു.